ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. നെറ്റ് എക്സാമിൻ്റെ ജനറൽ പേപ്പറിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ടേംസുകൾ പരിചയപ്പെടാം. ആ ടേംസ് ഒക്കെയും വരുന്നത് കോപ്പറേറ്റീവ് ലേണിംഗ് എന്നുള്ളൊരു ടോപ്പിക്കിലാണ്. എന്താണ് കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? കോപ്പറേറ്റീവ് ലേണിംഗ് കോപ്പറേഷൻ, സഹകരണം അല്ലേ. അപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒന്നാണ് കോപ്പറേറ്റീവ് ലേണിംഗ് എന്നുള്ളത്. അത് ക്ലാസ്സിലെ കുട്ടികളെ പല കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പായിട്ട് തിരിക്കും. ഇതൊരു ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയാണ്. സോ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നതൊരു ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയാണ്. അതിലൂടെ എന്താ ചെയ്യുന്നത്? ക്ലാസ്സിലെ സ്റ്റുഡൻസിന് നമ്മൾ സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവർക്കൊരു കോമൺ ടാസ്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെ കൊടുക്കുന്നതിലൂടെ എന്താവും? ഓരോ കുട്ടിയും അതിൽ റെസ്പോൺസിബിൾ ആയിരിക്കും. ആ ടാസ്കിൽ എല്ലാവരുടെയും തുല്യ പങ്കാളിത്തം ഉണ്ടായിരിക്കും. അത് അതിൻ്റെ ഒരു കോപ്പറേറ്റീവ് ലേണിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അതെന്ത് ചെയ്യും? നമുക്ക് ആ ഒരു ടോപ്പിക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ലീഡർഷിപ്പ് ക്വാളിറ്റി ബിൽഡ് ചെയ്യും. അതേപോലെ തന്നെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും. കാരണം ഓരോ കുട്ടികളും അവർക്ക് ആ വിഷയത്തിന് പറ്റി തോന്നുന്ന കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ക്ലാസ്സിന് ഒരു കൂട്ടത്തിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരും. അതേപോലെ തന്നെ തിങ്കിങ് എബിലിറ്റി, അവരുടെ തിങ്കിങ് സ്കിൽ എന്താവും? ഇമ്പ്രൂവ് ആവും. അതേപോലെ തന്നെ ഒരു സൊസൈറ്റിയിൽ ഞാൻ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു ക്ലാസ് റൂം മാത്രമാണ് കേട്ടോ. അപ്പോൾ സോഷ്യലി ഇടപെടാനുള്ളൊരു സ്കില്ലും കൂടി ഇമ്പ്രൂവ് ആവും. ഓക്കെ, ഇനി കോപ്പറേറ്റീവ് ലേണിങ്ങിൽ വരുന്ന കുറച്ച് ടേമുകളുണ്ട്. അതെന്താണെന്ന് പരിചയപ്പെടാം. കോർണേഴ്സ്, ഫിഷ് ബോൾ, ടീം വേർഡ് വെബിംഗ്, റൗണ്ട് റോബിൻ, ബ്രെയിൻ സ്റ്റോമിങ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഈ 4 ടേമുകൾ തന്നെ ഞാൻ എടുത്തത്. ഓക്കെ, കോർണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂമിലെ കുട്ടികളെ കുറച്ച് കോർണറായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഈ സൈഡിൽ കുറച്ച് ഗ്രൂപ്പുകൾ നിൽക്കി, ഈ സൈഡിൽ അടുത്ത ഗ്രൂപ്പ്, ഈ സൈഡിൽ അടുത്ത ഗ്രൂപ്പ്, മറ്റേ സൈഡിൽ അടുത്ത ഗ്രൂപ്പ്, അങ്ങനെ ഇപ്പോൾ കോർണറിലേക്ക് കുട്ടികളെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അവർക്ക് ഒരു ടോപ്പിക്ക് കൊടുക്കും. ആ ടോപ്പിക്കിൽ ഇന്ന ഗ്രൂപ്പിൽ നമ്മൾ പണ്ടിങ്ങനെ ABCD എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പാക്കാറില്ലേ ക്ലാസ്സിൽ? അല്ലെങ്കിൽ ഒരാൾ 1 എണ്ണോ, അടുത്ത ആൾ 2 എണ്ണോ, 3, 4 1 എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ കോർണേഴ്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിട്ട് അവർക്കൊരു ടോപ്പിക്ക് കൊടുക്കും. അതിനെക്കുറിച്ചിട്ട് അവർ സംസാരിക്കണം. ഓക്കെ, ഇനി ഫിഷ് ബോൾ എന്ന് പറഞ്ഞ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു കുഞ്ഞു ഗ്രൂപ്പ് തിരിക്കും. ഈ കുഞ്ഞു ഗ്രൂപ്പ് മാത്രമാണ് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ തിങ്ക് ചെയ്യുകയും ആ ടോപ്പിക്കിൻ്റെ ആൻസർ കണ്ടെത്തുകയും ചെയ്യുന്നത്. ബാക്കിയുള്ള കുട്ടികൾ ഇവരെങ്ങനെയാണ് ഈ പ്രശ്നത്തെ, ഈ ടോപ്പിക്കിനെ മറ്റുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുക മാത്രം. ഓക്കെ, അതാണ് ഫിഷ് ബോൾ എന്ന് പറയുന്നത്. ഫിഷ് ബോളിൽ ഒരു കുഞ്ഞു ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കുഞ്ഞു ഗ്രൂപ്പാണ് ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പഠിച്ച് കാര്യങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. ആ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ആവാത്ത ആൾക്കാർ ഇവരെ ഒബ്സർവ് ചെയ്യും. ബാക്കിയുള്ളവർ ലിസണേഴ്സാണ്. ഓക്കെ, ദെൻ ടീം വേർഡ് വെബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗ്രൂപ്പാണ് കേട്ടോ. അതായത് ഒരു ടോപ്പിക്കിനനുസരിച്ചിട്ട് ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കോൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് ടീം വേർഡ് വെബിംഗ്, നമ്മൾ ചിലന്തി വല കെട്ടുന്നത് പോലെ തന്നെ ഒരു ടോപ്പിക്കിനനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ഓരോ കുട്ടിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നതാണ് ടീം വേർഡ് വെബിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്കൂൾ എന്നൊരു ടോപ്പിക് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പറയുന്നു ടീച്ചേഴ്സ്, അടുത്ത കുട്ടി പറയുന്നു സ്റ്റുഡൻസ്, അടുത്ത കുട്ടി പറയുന്നു പ്ലേ ഗ്രൗണ്ട്. അപ്പം അങ്ങനെ ഒരു ബേസിക് കോൺസെപ്റ്റിനെ വെച്ചിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നതിനാണ് ടീം വേർഡ് വെബിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൂടുതലും വേർഡ് ഫോർമേഷനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഇനി റൗണ്ട് റോബിൻ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 4-5 ഗ്രൂപ്പായിട്ട് തിരിച്ചു എന്ന് വിചാരിക്കുക. ഒരു ഗ്രൂപ്പിൽ 5 കുട്ടികളുണ്ട്. ഓക്കെ, ഒരു ഗ്രൂപ്പിൽ 5 കുട്ടികളുണ്ട്. അപ്പോൾ ആദ്യം ഒന്നാമത്തെ കുട്ടി ആ ഒരു ടോപ്പിക്കിനനുസരിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. അടുത്തത് പറയേണ്ടത് രണ്ടാമത്തെ കുട്ടിയാണ്. രണ്ടാമത് നിൽക്കുന്ന കുട്ടിയാണ് ആ ടോപ്പിക്കിനെ കുറിച്ച് പറയേണ്ടത്. നെക്സ്റ്റ് പറയേണ്ടത് മൂന്നാമത് നിൽക്കുന്ന കുട്ടി, പിന്നെ 4ാമത് നിൽക്കുന്ന കുട്ടി, പിന്നെ 5ാമത് നിൽക്കുന്ന കുട്ടി, പിന്നെ വീണ്ടും 1ാമത് നിൽക്കുന്ന കുട്ടിയിലേക്ക് പോകും. അതായത് ഓരോ ആൾക്കാർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു നമ്മളൊരു ക്ലോക്ക് വൈസ് നിങ്ങളെ നിർത്തിയിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടികളും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഒരാളുടെ ടേൺ കഴിയുമ്പോൾ അടുത്ത ആളുടെ ടേൺ കഴിയുമ്പോൾ അടുത്ത ആൾ, പിന്നെ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതൊരു സർക്കിൾ പോലെ. അതാണ് റൗണ്ട്
റോബിൻ ബ്രെയിൻ സ്റ്റോമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നൊരു ചെറിയ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4 ടേമുകൾ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 4 ടേമുകൾ പഠിച്ചു. എന്തൊക്കെയാണ്? കോർണേഴ്സ്, ഫിഷ് ബോൾ, ടീം വേർഡ് വെബിംഗ്, റോബിൻ ബ്രെയിൻ സ്റ്റോമിംഗ് അല്ലെങ്കിൽ റോബിൻ റൗണ്ട് ബ്രെയിൻ സ്റ്റോമിംഗ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്, അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ലേണിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ വരുന്ന ആ തുല്യ പങ്കാളിത്തം, എല്ലാവരുടെയും സഹകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും ഈക്വലി സംസാരിക്കാൻ അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എല്ലാ കുട്ടികളുടെയും തിങ്കിങ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെയാണ് ഈ കൊളാബറേറ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകളായിട്ട് പഠിക്കാം. ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ ഇപ്പോൾ 45 ഡേയ്സിൻ്റെ നെറ്റ് ജനറൽ പേപ്പറിൻ്റെ കോച്ചിങ് നടക്കുകയാണ്. 999 ആണ് റേറ്റ് വരുന്നത്, ഫീസ് വരുന്നത്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാം. കൂടുതലും നമുക്കിപ്പോൾ നെറ്റല്ല, JRFിലേക്ക് എത്താനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ PYQs ഒക്കെ എടുത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് JRF ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ലേണേഴ്സ് ഫ്രണ്ട്ലിയിലെ ക്ലാസ്സുകൾ കൂടുതലായിട്ടും MCQ ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.